ബഹുമാന്യരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികം പറയാനില്ല, ഒറ്റ കാര്യമുള്ളൂ. കാരണം നമ്മളേതായാലും ഈ ഒരു വിഷയം ഇത് അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഈ 20-ാം തീയതി ആരംഭിക്കുന്നത്. നമ്മളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും കൊള്ളാവുന്ന, പട്ടികാധികാരം തന്നെ ആവണമെന്നില്ല, പി സി വിശ്വനാഥനെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ കാര്യത്തിൽ കുറേ കൂടി നിയമസഭയിൽ താല്പര്യമെടുക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ ഒരു സ്വകാര്യ ബില്ലെന്ന രൂപേണ നമ്മൾ അടിയന്തരമായിട്ട് നമ്മുടെ സാറും മാഷും അഭിലാഷ് സാറൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തയ്യാറാക്കുകയും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒട്ടും വൈകാതെ ഈ കാര്യം അദ്ദേഹത്തെ പഠിപ്പിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് സാമാജികരൊന്നും നമ്മുടെ ആളുകൾ ഒട്ടും പഠിക്കത്തില്ല. മറ്റ് സാമാജികരെ പഠിപ്പിച്ചാൽ അവർ ആ രീതിയിൽ ചെയ്യും. കാരണം എൻ്റെ ഒരു അനുഭവം, കഴിഞ്ഞ വർഷം അരിപ്പ ഭൂസമരത്തിൻ്റെ വാർഷികത്തിന് രമേശ് ചെന്നിത്തലയായിരുന്നു വന്നിരുന്നത്. അദ്ദേഹം അന്ന് വെറുതെ വെറും വാക്കിൽ പറഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ നമുക്ക് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം ഒരു നോട്ട് എഴുതി വാങ്ങി. ആ നോട്ട് കൃത്യമായി അദ്ദേഹം പഠിക്കുകയും നിയമസഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിച്ചു. അത്രയും കാലം അവിടുത്തെ MLA ആയിരുന്ന സുബാൽ എന്ന് പറയുന്ന CPI ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്നേ വരെ അത് അവതരിപ്പിച്ചില്ല. പക്ഷേ അതിനൊരു കൗണ്ടറായിട്ട്, അതായത് ഒരാൾ ഉന്നയിച്ചിരിക്കുന്ന സബ്മിഷന് മന്ത്രി മറുപടി പറയേണ്ടതിന് പകരം ഭരണവും ഡെപ്യൂട്ടി സ്പീക്കറും എല്ലാം അവരുടെ ആളായതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് അവിടെ മറ്റൊരു സബ്മിഷനായിട്ട് വരികയും അതിനെല്ലാം കൂടി മന്ത്രി മറുപടി പറയും. ഞാൻ പറയുന്നത്, നമുക്കേതായാലും ഇന്ന് തുടങ്ങി വെച്ച, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കേരളത്തിലെ അടുത്തൊരു അജണ്ട ഇലക്ഷൻ്റെ സമയത്ത് ഇത് തന്നെയായിരിക്കണം. അപ്പോൾ ആ കാര്യം നിയമസഭയിലെ രേഖയിലുണ്ടാകും. വരുന്ന ഗവൺമെൻറ് ഒരുപക്ഷെ UDFന് അനുകൂലമായിട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായൊരു ഇടപെടൽ നടത്തി നമുക്ക് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലുള്ളൊരു മാനിഫെസ്റ്റോ നേരത്തെ ഗീതാനന്ദൻ മാഷൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഭൂവകാശ വനാവകാശ മാനിഫെസ്റ്റോ എന്നുള്ള ഒരു സംഭവം തയ്യാറാക്കി കേസരി ഹാളിൽ വെച്ച് ഡോക്ടർ ശശി തരൂരിനെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് കൊടിക്കുന്ന് സുരേഷും CP ജോൺ, VM സുധീരൻ ഇങ്ങനെയുള്ള ആളുകളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ 100% എന്ന് പറയാൻ പറ്റും, 110%. കാരണം നമ്മൾ 5.25 ലക്ഷം ഏക്കറോളം വരുന്ന തോട്ടം ഭൂമികൾ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് ഏതാണ്ട് 232ഓളം സ്വകാര്യ തോട്ടങ്ങൾ ഇപ്പോഴും രാജഭരണം അവസാനിച്ചിട്ടും 99 വർഷത്തെ കാലാവധി അവസാനിച്ചിട്ടും കൈവശം വെച്ചു വരികയാണ്. ആ തോട്ടം ഭൂമി ഏറ്റെടുക്കണമെന്നേ പറഞ്ഞു. പക്ഷേ UDF അവരുടെ മാനിഫെസ്റ്റോയിൽ ആ തോട്ടം ഭൂമി ഏറ്റെടുക്കുകയും ഈ ഭൂമി മുഴുവൻ ഈ സംസ്ഥാനത്തെ ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുകൂടി എഴുതി ചേർത്തു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഇതൊരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ വിതരണം ചെയ്യണമെന്നില്ല. പക്ഷേ അത്തരമൊരു ആശയം അതിനകത്ത് വന്നാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഭൂരഹിതർ, ഞാൻ തന്നെ ഇപ്പോൾ 14ാമത്തെ വർഷമായ അരിപ്പയിൽ സമരം തുടങ്ങി, മടുത്തു എനിക്ക്. പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും നാളെ ഇത്തരം ഭൂസമരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ UDFന് അനുകൂലമായൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ ഇവിടുത്തെ നിയമവിരുദ്ധ തോട്ടങ്ങൾ, ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. അത് കഴിഞ്ഞാൽ പത്തനംതിട്ട. ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള തോട്ടം ഭൂമികളിലേക്ക് അവകാശ സ്ഥാപനം നടത്തി കേരളത്തിലെ ഭൂരഹിതരുടെ ഭൂവിഷയത്തെ സജീവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനെ നിയമപരമായോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചോ അവർക്ക് ചെറുക്കാൻ സാധിക്കില്ല. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ കുറേയൊക്കെ നമ്മൾ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരുവ് പ്രസംഗങ്ങൾക്കോ ഹാൾ മീറ്റിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് കുറേ ബുദ്ധിപരമായി ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനു ആവണം നമ്മുടെ തുടർന്നുള്ള ഈ 3-4 മാസത്തെ ഒരു ഇടപെടൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യത്തിൽ ഞാൻ അരിപ്പ വാർഷികമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇതിൻ്റെ കോപ്പി കൊടുത്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗീതാനന്ദനൊക്കെ കൂടി തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോ ആണ്. അപ്പോൾ വലിയ തിരക്കായിരുന്നു. കാരണം ഇലക്ഷൻ നടക്കുന്നു കണ്ടപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ മുഖം കാണിക്കാനുള്ള തള്ളലായിട്ട് കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു 12-ാം തീയതി പറ്റുമെങ്കിൽ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് വന്നാൽ നമുക്കൊന്ന് ഗൗരവമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം, എന്നിട്ട് എന്താണ് ഭാവി കാര്യങ്ങൾ ആലോചിക്കുക എന്ന്. അതിപ്പം 12-ാം തീയതി തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ ആശയം കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഭൂവിഷയം അതിനകത്ത് സമഗ്രമാണ്. കാരണം അതിനകത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വനാവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ മറ്റൊരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിതിന് ഒരു മാതൃകയായി സ്വീകരിക്കുന്നത് ഡോക്ടർ രാജമാണിക്യമാണ്.
അദ്ദേഹത്തെയാണ് 2014 ഉമ്മൻചാണ്ടി സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കുകയും 5.25 ലക്ഷം ഏക്കർ ഭൂമി സർക്കാർ അനധികൃത ഭൂമിയാണ്, സർക്കാരിൻ്റെ ഭൂമിയാണ് ഇത്തരം തോട്ടം ഉടമകൾ കൈവശം വെക്കുന്നതെന്ന് പറയുന്നത്. ഇന്നുള്ള ഒരു സാഹചര്യം, അദ്ദേഹമാണ് കേരളത്തിൻ്റെ റവന്യൂ ചീഫ് എന്ന് പറയുന്ന റവന്യൂ സെക്രട്ടറി. വേറൊരു കാര്യത്തിന് അദ്ദേഹത്തെ ചെന്ന് പോയി കണ്ടപ്പോൾ അദ്ദേഹവും നമ്മളെന്താ ഈ കാര്യങ്ങളൊന്നും ഇപ്പം പറയാത്തത് ഇന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറയുന്നത്, ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗൗരവമുള്ള ആൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ ഈ SC/ST ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഭൂവിഷയത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിമാൻഡായി ഉന്നയിച്ചിട്ടുണ്ട്. ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മളിത് ചുരുക്കി കൊണ്ടുവരിക, ഇതിൻ്റെ ഏറ്റവും കാതലായ ഒന്നും വിട്ടുപോകാതെയും എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനം, അതാണല്ലോ നമുക്ക് അന്ത്യോദയ ഉള്ള റേഷൻ കാർഡുകളൊക്കെ 30-35 കിലോ അരിയൊക്കെ നൽകുന്നത്. കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. ആ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ഏറ്റവും നഷ്ടം നേരിടുന്ന ഒരു സമൂഹം കേരളത്തിലെ ആദിവാസികളാണ്. പാർലം ഫാമിൽ മാത്രം ഏതാണ്ട് 3000-ഓളം കുടുംബമുണ്ട്. സർക്കാരിൻ്റെ കണക്കിൽ 3000 സംതിങ് ആളുകൾ മാത്രമാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഈ പറയുന്ന അതിദരിദ്രരുടെ ലിസ്റ്റിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 30 കിലോ അരി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം കേരളത്തിലെ മഹാഭൂരിഭാഗം ആദിവാസി കോളനികളും പട്ടിണിയായിരിക്കും. ഒരു സംശയം വേണ്ട. അല്ലാതെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ 25-30 വില വരുന്ന അരിയോ അല്ലെങ്കിൽ 55 കിലോ രൂപ വില കൊടുത്ത അരി വാങ്ങിയിട്ട് ജീവിക്കുന്നവരല്ല. സർക്കാർ അവരുടെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് പട്ടിണി പാവങ്ങളുടെ ലിസ്റ്റിലേക്ക് എഴുതി തള്ളാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം PT ജോണുമായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായി. അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ വയനാട്ടിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നീതി ആയോഗിൽ അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് കൊടുത്തപ്പം നീതി ആയോഗിൽ നിന്ന് കിട്ടിയ വിവരം, നിങ്ങൾ ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് ഗ്രാമസഭയുടെ ഒരു പൊതുവികാരമായിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഇതൊരു വ്യാജമായ ഒരു പ്രചരണമാണെന്നും കേരളത്തിലും ഇപ്പോഴും ഏതാണ്ട് അന്ത്യോദയ റേഷൻ കാർഡുള്ള 4,91,000 ആളുകളുണ്ടെന്നും അതുകൊണ്ട് ഇത് ഈ ഒഴിവാക്കണം. അതായത് 100% ഇത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ഈ നിലയിൽ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യവും നഷ്ടപ്പെടും. യുനെസ്കോ ഉൾപ്പെടെയുള്ള വിവിധ വിദേശ ഏജൻസികൾ നൽകുന്ന ഈ മേഖലയിലുള്ള സഹായങ്ങൾ ഇല്ലാതാക്കപ്പെടും. ഇത് കേരളത്തിലെ ദലിതരെയും ആദിവാസികളെയാണ് ബാധിക്കുന്നത്, മത്സ്യമേഖലയിലുള്ള ആളുകളെ. അല്ലാതെ ഇവിടുത്തെ മധ്യവർഗത്തെയൊന്നും ഇത് ബാധിക്കുന്നില്ല, പിണറായിനെ ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ ഒരു നിലപാടുണ്ടാക്കുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ മേഖലകൾ മണ്ഡലങ്ങളിൽ എത്തിക്കാൻ സാധിക്കണം. കേരളത്തിൽ 900 പട്ടികജാതി സംഘടനകളുണ്ട്. സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരേതോ സംഘടനയാവട്ടെ, പക്ഷെ ആ സംഘടനകൾ അവരുടെ പേരും വെച്ചിട്ട് നമ്മുടെ ഈ ഡിമാൻഡ് ഗ്രാമതലങ്ങൾ തോറും പ്രചരിപ്പിക്കട്ടെ. 1 ലക്ഷമല്ല 10 ലക്ഷം കോപ്പി അടിക്കും. കാരണം എങ്ങനെയെങ്കിലും തിരക്കേടില്ല, മരിച്ചാലും എൻ്റെ ഫോട്ടോ ഒന്ന് അതിനകത്ത് കാണണമെന്ന് ചിന്തിക്കുന്ന എത്രയോ നേതാക്കന്മാർ ഉള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് അത് നമ്മളിപ്പോൾ അംബേദ്കർ റൈറ്റ് മൂവ്മെൻ്റ് അതിന് മുൻകൈയെടുത്തോ കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ പട്ടികജാതി സംഘടനകളെ, ആദിവാസി സംഘടനകളെ ഇതിൻ്റെ ഡിമാൻഡിൻ്റെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വലിയൊരു പ്രചണ്ഡമായ പ്രചരണമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. തീർച്ചയായും ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിക്കാനും വളരെ ഫലവത്തായ രീതിയിലുള്ള 2 വിഷയങ്ങൾ ഇവിടെ ഇതിൻ്റെ ആക്ടിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ സമീപനത്തെ സംബന്ധിച്ചും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട രേഖകൾ ഇത് ഈ സമൂഹത്തിന് നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വലിയൊരു നേർരേഖയാണ്. നമുക്കറിയാം ഇപ്പം നാട്ടിൽ നീളെ അംബേദ്കർ കോളനികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് MLA-മാരാണ് കൊടുക്കുന്നത്. ഇത് ആലോചിച്ച് വെക്കുക. ഇത് MLA അനുവദിക്കുന്ന ഫണ്ട് പോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു പ്രദേശത്ത് 1 കോടി രൂപ അനുവദിച്ചു. ഒരു വികസനവും നടത്തിയിട്ടില്ല. ആകെ ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ മേൽ 2ാം നില കെട്ടിടം പണിതിട്ടുണ്ട്, ഒരു വായനശാല എന്ന് പേര് കൊടുത്തുകൊണ്ട്. അല്ലാതെ ഈ 1 കോടി രൂപയിൽ ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ഇനി ചെലവഴിക്കുന്ന പറയുന്നു. 1.5 കൊല്ലമായി പൈസ കൊടുത്തിട്ട്. ഇത് അവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ പ്രശ്നം വളരെ ഗൗരവമാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ആക്ടിലൊക്കെ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ SC/ST PA ആക്ടിൻ്റെയും അല്ലാതെ BNS-ൻ്റെയും ഏതൊക്കെ നിയമങ്ങൾ ഇവനെയൊക്കെ തൂക്കിലേറ്റാൻ പറ്റുന്ന ഏതൊക്കെ നിയമങ്ങളുണ്ട് അതെല്ലാം ഉണ്ടാക്കണം ഞാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ട് 14 ലക്ഷം രൂപ ഒരു പോലീസുകാരൻ ഒരു കള്ളക്കേസിൽ ഒരു പാവപ്പെട്ട വിദേശിയെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടച്ചതിന് 14 ലക്ഷം രൂപ ആ പോലീസുകാരൻ കൊടുക്കണം എന്നാണ് കോടതി ഉത്തരവിട്ടത്.
അത്തരം നിയമങ്ങൾ ഉണ്ടാവണം. നഷ്ടപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് ഈ നഷ്ടങ്ങൾ ഈടാക്കാൻ പറ്റുന്ന നിയമങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള ഒരു വിപുലമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരു കാൽവെപ്പായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.